നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ യുവാക്കളെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടറെ ബസ്സിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം. കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടം എന്നിവയാണ് സ്പോട്ട് ലൈവ് ഇന്ന് പരിശോധിക്കുന്നത്. ഇവരുടെ ശരീരം മുഴുവൻ ഒരഞ്ഞു പോയ അത്രയും തൊലി പോയ രീതിയിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും നമ്മളിത് കാണുന്ന. ആശുപത്രിയിൽ നിന്ന് ശേഷം അവർ ഇന്ന് വന്നതാണ്. ഒപ്പം ഇവര് ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് പോലീസ് കേസെടുത്തു. വധശ്രമത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പൂച്ചക്കൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ക്രിമിനൽ സെറ്റാണ് ഈ ഇത്തരത്തിൽ എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന്, നഗരപ്രദേശങ്ങളിൽ നിന്നും, ഫ്ളാറ്റുകളിൽ നിന്നുമൊക്കെയുള്ള സംഭരിക്കുന്ന മാലിന്യം അനധികൃതമായി ഇത്തരത്തിൽ ദേശീയപാതയോരത്ത് തള്ളുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ റോഡിന് നടുക്ക് വീഴുമ്പോൾ പുലർച്ചെയാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഇരുട്ടാണ്. ഇവർ വീഴുന്ന സമയത്ത് ഇവരെ പുറകിൽ നിന്ന് വന്ന ചില വാഹനങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഇവർ വാഹനം നിർത്തി ഇറങ്ങി പുറത്തേക്ക് വരികയും ഈ ചെറുപ്പക്കാരെ രക്ഷിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ ആ പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവരെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാതയിലേക്ക് വീണ ഈ ചെറുപ്പക്കാർക്ക് തീർച്ചയായും ഗുരുതരമായ പ്രശ്നം സംഭവിച്ചതിനെ. തലനാരിഴക്കാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ, അല്ലെങ്കിൽ ആ വന്ന ആളുകൾ രക്ഷപ്പെടുത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത് വലിയ സംഭവമാണ്. കാരണം ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് വാഹനത്തിൽ പിന്തുടർന്ന വാഹനം ഇടിച്ച് ഭീതിയിലാഴ്ത്തി രണ്ട് ചെറുപ്പക്കാരെ ദേശീയപാതയിലേക്ക് ഇടിച്ചു വീഴ്ത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൌരവത്തോടെയാണ് ഈ വിഷയം നോക്കിക്കാണുന്നത്. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കം കൃത്യമായ ഒരു അന്വേഷണത്തിന് നോർത്ത് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോർത്ത് പോലീസ് അത് വളരെ ഗൌരവത്തോടു കൂടി എടുത്തു തന്നെ മറ്റ് വിശദാംശങ്ങൾ ഇതിനകത്ത് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തിനകത്ത് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേട്ടോ, തീർച്ചയായും ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ശരണെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും മാഫിയ സംഘങ്ങളാണോ ഇതേ രീതിയിൽ ഈ കക്കൂസ് മാലിന്യം തള്ളാൻ കൊണ്ടുപോകുന്നത്, പിന്നീട് അതിനെ ചോദ്യം ചെയ്താൽ കൊലപ്പെടുത്തുക, വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ക്രിമിനൽ സംഘങ്ങളുടെ രീതിയാണ്? ടോം, അങ്ങനെ തന്നെയാണ്. അതായത് ചേർത്തലയും പൂച്ചക്കലും അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് ഈ ടാങ്കർ ലോറിയിൽ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യവുമായി എത്തുന്നത് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇത് ആദ്യഘട്ടത്തിൽ ആലപ്പുഴ AC റോഡ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവര് ഇത്തരത്തിൽ അനധികൃതമായി കൊണ്ട് മാലിന്യം തള്ളുന്നത്. AC റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അവിടെ കൂടുതലായ ആളുകൾ രാത്രികാലങ്ങളടക്കം ചെലവിടാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ആ പ്രദേശം വിട്ടത്. ഇപ്പൊ നമുക്കറിയാം, ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ, ഡ്രൈവർ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രദേശത്ത് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് പോലും വലിയ ഭീഷണിയാണ് ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഇതിന് സമാനമായ രീതിയിൽ 2 മാസം മുമ്പ് ആലപ്പുഴ പൂങ്കാവ് ഭാഗത്ത്, പൂങ്കാവ് നാരങ്ങാപ്പള്ളിയുടെ സമീപത്തും ഇതുപോലെ തന്നെ ദേശീയപാതയോരത്തെ വീടുകളുടെ മുന്നിലായി ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം നിരന്തരം തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ആളുകൾ നമ്മളെ പുലർച്ചെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് വിളിക്കുന്നത്. ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അടുത്തൊക്കെയാണ് ഇവര് ഇത് തള്ളിയിട്ട് ആ സെക്കൻഡിൽ തന്നെ ഇവർ പോകുന്നുണ്ട്. മാത്രമല്ല, ആർക്കും ദൃശ്യങ്ങൾ എടുക്കാൻ പോലും അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. കാരണം വളരെ ക്ലീനായി ഇവർ വാച്ച് ചെയ്യുകയും ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരുതിയാണ് ഇവർ ഒരു കൊട്ടേഷൻ ഗുണ്ട സെറ്റാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയ ആളുകളിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് ആ സമാനമായ സാഹചര്യം, ആളുകൾ പറയുന്ന വസ്തുത 100% ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രണ്ട് ചെറുപ്പക്കാർ, ഒരാൾ IT-യിൽ ജോലി ചെയ്യുന്ന, എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളും മറ്റൊരാൾ കായംകുളത്ത് ജോലി ചെയ്യുന്ന ആളുമാണ്. ഈ കായംകുളത്തുള്ള എറണാകുളത്ത് പോകുന്ന ആളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയ ശേഷമാണ് ഈ ഇടിയേറ്റ് വീണ 2 പിള്ളേരും കസിൻസ് ആണ്. ഇവര് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിയിട്ടാണ് മറ്റേയാൾ കായംകുളത്തേക്ക് പോകുന്നത്. വീക്കെൻഡിൽ വന്നതിന് ശേഷം തിങ്കളാഴ്ച മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പ് പോകുമ്പോഴാണ് ഇവർ വീടിന്റെ മുൻഭാഗത്തായി ദേശീയപാതയോരത്ത്, ഇവരുടെ വീട് ദേശീയപാതയോരത്താണ്, ഇത് അടിക്കുന്നതായി കണ്ടത്. തുടർന്നാണ് ഇവരെ എടുക്കാൻ നോക്കിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്നോ ഒന്നുമല്ല ഇവർ ദൃശ്യം എടുക്കാൻ ശ്രമിച്ച, വണ്ടിയിൽ പാസ് ചെയ്യുന്ന വഴിക്ക് എടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതുപോലും അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്തുടർന്ന് ആക്രമിച്ചു എന്നുള്ളത് തികച്ചും ഗൌരവകരമായ കാര്യം
തന്നെയാണ് പിന്തുടർന്ന് ആക്രമിച്ചു. ആദ്യഘട്ടത്തിൽ വാഹനം വട്ടം വെച്ച് അവരെ നിർത്തി ഇറങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായതോടുകൂടി ഈ കുട്ടികൾ ഇവർ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിലാണ് ലൈറ്റിന്റെ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ ലൈറ്റ് അടക്കം ഓഫ് ചെയ്ത് വന്ന് പുറകിൽ നിന്ന് വന്ന് ഇവരെ പൂങ്കാവ് ഭാഗത്ത് ഇടിച്ചു വീഴ്ത്തിയിട്ടുള്ളത്. ഈ സംഭവം ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ 100% വസ്തുതയുള്ളതാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ടോം, തീർച്ചയായും. പക്ഷേ അത്തരം ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഈ കക്കൂസ് മാലിന്യങ്ങൾ, ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് തള്ളുന്നു, നിയമവിരുദ്ധമായി തള്ളുന്നു. എന്തുകൊണ്ടാണ്? ശരണി തന്നെ നേരത്തെ സൂചിപ്പിച്ചു, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, ഇവരെ ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസോ പ്രാദേശിക ഭരണകൂടമോ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്? ശരണ്യ, ടോം, ഇത് ഔദ്യോഗികമായ ഒരു പരാതി പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ ആദ്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് മറ്റാളുകൾ ഇനി പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പലരും CCTV അടക്കമുള്ള കാര്യങ്ങൾ ഇവർ നോക്കിയിട്ടാണ് ഇവർ കൊണ്ട് വിഷ്വൽ ഇത് ഇടുന്നത് എന്നുള്ളതാണ്, ഈ മാലിന്യം തള്ളുന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ആളുകൾ നമ്മൾ പലപ്പോഴും ടോമെ പുലർച്ചെ വിളിച്ച് പറയാറുണ്ട്, ഇത്തരത്തിൽ അവിടെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്, നിങ്ങളൊന്ന് എത്തണമെന്ന്. പക്ഷെ നമ്മൾ എത്തുന്ന സമയം അല്ല, അതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് കടന്നു കളയും. അത്രയും സമയം മാത്രമാണ്. വളരെ പെട്ടെന്നാണ് ഇത് കൊണ്ടുവന്ന് തുറന്നു വിട്ടിട്ട് പോകുന്നത്. തുടർന്ന് ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്. കാരണം ഇവർ പാസ് ചെയ്യുമ്പോൾ ആ വിഷ്വൽ നമ്മൾ കണ്ടു. ആ വിഷ്വലിൽ തന്നെ ഇവര് നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് ഇവരോട് അലർന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ അത്ര ഭീതിതമായ അന്തരീക്ഷത്തിലാണ്. സാധാരണ ജനം പ്രതികരിക്കാൻ പോയാൽ അവൻ കൈകാര്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം എല്ലാ കാലത്തും വിളിച്ചു പറയുന്ന ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ 2 ചെറുപ്പക്കാരെ നടു റോട്ടിൽ ഇടിച്ചു വീഴ്ത്തി, ദേശീയപാതയിൽ ലോറി കൊണ്ടുവന്ന് ഇടിച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. എന്തായാലും ആ ഇടിയിൽ അവർക്ക് എന്തും സംഭവിക്കാമായിരുന്നു. 2 ചെറുപ്പക്കാർക്കും അജിത്തിനാണെങ്കിലും സോജുവിനാണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. ദേശീയപാതയിൽ ഇടിച്ചിടുമ്പോൾ സ്വാഭാവികമായും ആ വീഴ്ചയിൽ സംഭവിക്കാം. വാഹനം വന്ന് പുറകിൽ നിന്ന് വാഹനം ദേശീയപാതയ്ക്ക് നടുക്കേക്ക് വീഴുന്ന ഒരാളുടെ അവസ്ഥ അറിയാലോ. അപ്പോൾ മരണപ്പെട്ടാലടക്കം ഇവർക്ക് അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ തന്നെ കണക്കിലെടുക്കാം. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് പോലീസും ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ ഗൗരവകരമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ആലപ്പുഴയിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത് അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ പോലീസും ഭരണകൂടവും ശക്തമായ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ചും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ശരണ്യ സൂചിപ്പിക്കുന്നത്. സമാനമായ രീതിയിൽ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നു. യാതൊരു നടപടിയും അവർക്ക് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ്, അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് യുവാക്കൾ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. സ്പോട്ട് ലൈവിന് പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടറെ ബസ്സിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കണ്ടക്ടർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കരുവന്നൂർ സ്വദേശി പവിത്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസിന്റെ കണ്ടക്ടർ രതീഷാണ് പവിത്രനെ മർദ്ദിച്ചത്. അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത്. രാജര അവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ പോകുന്ന ശാസ്ത ബസ്സിലാണ്. ഇപ്പോൾ ഫോട്ടോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ അവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട്, അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, നേരത്തെ ഈ ദൃശ്യം നമ്മൾ കണ്ടതാണ്, ഏറെ നടുക്കത്തോടെ കണ്ടതാണ്. ഒരു ബസ് കണ്ടക്ടറുടെ
ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. എന്താണ് അന്ന് സംഭവിച്ചത്? ഈ മരണം അന്ന് ഈ സംഭവത്തിന് ശേഷം, ഈ കണ്ടക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരതയ്ക്ക് ശേഷം ഏറെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു മരിച്ച പവിത്രൻ. എപ്പോഴാണ് മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ അപകടത്തിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മരണത്തിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പവിത്രൻ എന്ന 68-കാരനെയാണ് ബസ് കണ്ടക്ടർ രതീഷ് ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് തള്ളുകയും ചെയ്തത്. അതിനുശേഷവും, അതായത് ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. തർക്കത്തിന് ആരംഭം അങ്ങനെയാണ്. ചെറിയ പൈസയെ ചൊല്ലി ഉണ്ടായിരുന്ന തർക്കമാണ്. ആ തർക്കം വഷളായപ്പോൾ ഈ പവിത്രൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹം ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിൽ ഇറക്കാതെ അത് കടന്നുപോയ ശേഷം അടുത്ത സ്റ്റോപ്പിലേക്ക് ചവിട്ടി ഇറക്കുകയായിരുന്നു. ഈ ചവിട്ടോടെ ഈ പവിത്രൻ റോഡിൽ ചെന്ന് കല്ലിൽ തന്നെ തലയടിച്ച് വീഴിക്കാനുണ്ടായത്. അതിനുശേഷവും ഇയാൾ ഇറങ്ങി വന്ന് തല കല്ലിൽ ഇടിപ്പിക്കുകയും വീണ്ടും, അതായത് ഇദ്ദേഹം വീണ ശേഷവും ഈ രതീഷ് എന്ന് പറയുന്ന ആൾ, അയാൾ ഊരകം സ്വദേശിയാണ്. രതീഷ് എന്ന് പറയുന്ന ആള് കണ്ടക്ടറാണ്, ബസ് കണ്ടക്ടറാണ്. ഈ പവിത്രന്റെ തല പിടിച്ച് കല്ലിൽ ബലമായി ഇടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നാട്ടുകാർ പിന്നെ തടഞ്ഞതിന് ശേഷം, അല്ലെ ആൾക്കാർ കൂടി മാറ്റിയതിനു ശേഷമാണ് പവിത്രനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 2-ാം തീയതിയാണ്. ഇന്ന് കൃത്യം 1 മാസമായിട്ടുണ്ട്. ഇന്നാണ് പവിത്രൻ മരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞ 1 മാസവും അദ്ദേഹം കഴിഞ്ഞിരുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പോയത് കൊണ്ട് തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 1 മാസമായി അദ്ദേഹം ചികിത്സയിൽ തന്നെയായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ പോലും എന്തു മാനസികാവസ്ഥയാണ് ഈ കണ്ടക്ടർക്ക് എന്നുള്ളതാണ് ആളുകൾ അതിശയോക്തിയോടുകൂടി, അതിലുണ്ടായിരുന്ന യാത്രക്കാർ അതിശയോക്തിയോടുകൂടി ആ സമയത്ത് ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ മനുഷ്യൻ 68 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, വയോധികനാണ്, ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരാളെയാണ് ഓടുന്ന ബസ്സിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് കളഞ്ഞത്. അദ്ദേഹം ചെന്ന് തലയടിച്ച് വീഴുന്നു. അതിന്റെ രോഷം പോലും അടങ്ങാതെ, അതിന്റെ മേലുള്ള രോഷം അടങ്ങാതെ അദ്ദേഹം വീണിട്ടും അദ്ദേഹത്തിന്റെ തല പിടിച്ച് വീണ്ടും കല്ലിൽ ഇടിപ്പിച്ച് വീണ്ടും ക്രൂരമായ മർദ്ദനം മുറകൾ ഈ രതീഷ് എന്ന് പറയുന്ന ഈ കണ്ടക്ടർ തുടർന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും അതിശയകരമായതും ഞെട്ടിപ്പിക്കുന്നതുമായ കാര്യം. എന്തായാലും രതീഷിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ്. ടോം, എന്തായാലും മനസാക്ഷി ഇല്ലാത്തൊരു പെരുമാറ്റമാണ്, ഒരു ക്രൂരതയാണ് കണ്ടക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അന്ന് തന്നെ ഈ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഈ മരണം സംഭവിച്ച സാഹചര്യത്തിൽ കൊലക്കുറ്റം സ്വാഭാവികമായും പ്രതിക്കെതിരെ ചുമത്തുമായിരിക്കും. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച്, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ഏപ്രിൽ 2-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രതീഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വധശ്രമം ചുമത്തിയായിരുന്നു അന്ന് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്ര കാലം, ഈ 1 മാസക്കാലത്തോളം ഈ പവിത്രൻ എന്ന ആൾ ചികിത്സയിലായിരുന്നതിനാൽ, ചികിത്സ തുടർന്നിരുന്നാൽ ഒരു പക്ഷേ അതിനൊരു ഇളവ് വന്നേക്കാമെന്നൊരു തോന്നൽ പോലീസ് ഉണ്ടായിരുന്നേക്കാം. അതുകൊണ്ട് ഇതുവരെ അതിനുള്ള തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നുമില്ല. തന്നെയല്ല, അദ്ദേഹം ഇന്നാണ് മരിക്കുന്നത്. 1 മാസക്കാലം അദ്ദേഹം ആശുപത്രി ചികിത്സ കഴിഞ്ഞ ശേഷമാണ് ഇന്ന് മരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വധശ്രമം എന്നുള്ള കേസ് കൊലപാതക കുറ്റമായി മാറുകയാണ്. സ്വാഭാവികമായിട്ടും അത് കൊലപാതക കുറ്റത്തിലേക്ക് മാറും. ഇനി അതിനുള്ള തുടർ നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടിയിരിക്കേണ്ടത്. ഇപ്പോൾ രതീഷിനെ റിമാൻഡിലാക്കിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി തുടർ നടപടികൾ ഒരുപക്ഷെ റിമാൻഡ് കാലാവധിക്ക് ശേഷമോ അതല്ലെങ്കിൽ റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത ശേഷം വീണ്ടും പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം കൊച്ചിയെയും സമീപ പ്രദേശങ്ങളെയും വിറപ്പിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്ത കൂടിയുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ആലപ്പുഴയിൽ നിന്നുള്ള നടുക്കുന്നൊരു വാർത്തയിലേക്കാണിനി. ആലപ്പുഴ പള്ളിപ്പാട് നേഴ്സ് മരിച്ചത് വിഷബാധയേറ്റെന്ന് സ്ഥിരീകരണം. മകൾ ഫോൺ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ
അരളിപ്പൂ കഴിച്ചിരുന്നതായി സൂര്യയുടെ അമ്മ പ്രതികരിച്ചു. വിദേശത്തേക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് സൂര്യ പൂ ചവച്ചത്. ഞായറാഴ്ച എയർപോർട്ടിലെത്തി തളർന്നു വീണ സൂര്യ പിറ്റേ ദിവസം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് 11 മണിയായപ്പോഴാണ് പോയത്. പോയി ഒരു പകുതി ആയപ്പോൾ കുഞ്ഞൊന്ന് എല്ലാവരോടും ഞങ്ങൾ 5 പേരാണ് പോയത്. ഞാനാ ചേട്ടന്, അനിയത്തി, 2 പിള്ളേർ, നാത്തൂൻ്റെ ഭർത്താവ്, ഞങ്ങളെല്ലാം ഇവിടെ പോയേ. ഇവിടുന്ന് ഇറങ്ങിയ എല്ലാവരോടും യാത്ര ചോദിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയേ. അന്നേരം ഇതിൻ്റെ എല്ലാവരോടും പറഞ്ഞു അവർ ഛർദ്ദിക്കും, ഞാൻ ഛർദ്ദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുന്നേ ഛർദ്ദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മുമോനാണോ മുന്നേ ഛർദ്ദിച്ച്, വേറെ ആരും ഛർദ്ദിച്ചില്ലല്ലോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പിന്നെയും അങ്ങ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒക്കെ ഛർദ്ദിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ ഇറങ്ങിയപ്പോൾ അന്നേരം കുഴപ്പമൊന്നുമില്ല. അന്നേരം എന്നോട് പറഞ്ഞ അമ്മച്ചി എനിക്കൊന്ന് കക്കൂസി പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം കുഞ്ഞങ്ങ് ഛർദ്ദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് എടുക്കാറായപ്പം ഒരു ആശുപത്രി കയറിയപ്പം അവർ ട്രിപ്പ് ഇട്ട് കൊടുത്ത് മരുന്നൊക്കെ ചെയ്ത് ഇപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോകാൻ പറഞ്ഞു. അന്നേരം അവരോടും കുഞ്ഞു പറഞ്ഞ് അരളിപ്പൂ കഴിച്ച് എന്ന് പറഞ്ഞിട്ടും അവരതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നില്ല. എവിടെയുള്ള ആശുപത്രിയായിരുന്നു? ഇവിടെ എയർപോർട്ടിന് ഇപ്പുറമുള്ളതാണ്, കിൻഡർ ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോയി 6 മണിക്ക് അകത്ത് കയറണം. കുഞ്ഞ് ആ വയ്യാങ്കിലും എൻ്റെ മോൾ 6 മണിക്ക് ആ ലഗേജും എല്ലാമായിട്ട് അകത്ത് കയറി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അകത്ത് കയറിയപ്പം ആ ലഗേജ് വെക്കുന്നിടത്താണ് അവൾ അറിഞ്ഞത് 1 മണിക്കാ ഫ്ലൈറ്റ്, 8:30 പോകേണ്ട ഫ്ലൈറ്റ് ലേറ്റാണ്, 1 മണിക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അതകത്ത് കയറി കുഞ്ഞ് ഛർദ്ദിച്ച് കുഴഞ്ഞു വീണൊരു 10 മിനിറ്റോളം അവിടെ കിടന്നു. ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അകത്ത് ഒരു പയ്യനാണ് അവൾക്ക് വെള്ളവും കൊടുത്ത്. ആ കൊച്ചൻ ചോദിച്ച് എത്ര മണിക്കാണ്, അന്നേരം 1 മണിക്കാണ് ഫ്ലൈറ്റ്. അത് തന്നെ വെള്ളവും കൊടുത്ത് വേറെ അപ്പോഴത്തേക്ക് 2 പേര് വന്ന് അവളെ വെളിയിലിറക്കി കഴിഞ്ഞപ്പോഴും വീണ്ടും കുഞ്ഞിന് വയ്യാതാകുമായിരുന്നു. നിങ്ങളെ വിളിച്ചിരുന്നു? അപ്പോൾ നിങ്ങൾ പോയിരുന്നു അതോ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. അവള് പോകാതെ ഞങ്ങൾ വരുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്ന്. അന്നേരം അവളെ അപ്പുറത്തൂടെ വെളിയിലാക്കി തന്ന് ഞങ്ങൾ അപ്പം തന്നെ എറണാകുളത്ത് ആശുപത്രി ഞങ്ങൾ കാണിച്ച് അവർ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയുമെന്നൊക്കെ ചൊല്ലിയിരുന്നു. പക്ഷെ കുഞ്ഞിന് കുറഞ്ഞില്ല. ഞങ്ങൾ നേരെ പരുമലയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. എത്തിയപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞെന്താ? ഡോക്ടറോട് ഇവള് തന്നെ അന്നേരം എല്ലാം മോള് സംസാരിക്കുമായിരുന്നു. അന്നേരം BSc നേഴ്സാ. അന്നേരം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഞാൻ അരളിപ്പൂ കഴിച്ചിട്ടുണ്ട് അതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് എല്ലാം മരുന്നെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളോട് അത്ര വ്യക്തമായിട്ടൊന്നും അവര് പറഞ്ഞില്ല. അന്നേരം അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചൊല്ലി അന്നേരം പോകുന്നില്ല, ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞായാലും കുഞ്ഞിന് പോകാമല്ലോ എന്നും ചൊല്ലി ഞങ്ങൾ നേരിട്ടങ്ങ് പരുമലയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഇവിടെ വന്നാണ് ഡോക്ടേഴ്സ് എല്ലാം നോക്കി. എന്നിട്ട് പിന്നെ നമ്മളോട് ആദ്യം പറഞ്ഞു കുഴപ്പമില്ല, കുറവായെന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ വീട്ടിൽ പോകേണ്ടവർ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇല്ല പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കയറി എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴും കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുഞ്ഞിന് മരിച്ചെന്ന്. ഞങ്ങളുടെ സ്വത്താ പോയേ, ഞങ്ങളുടെ ജീവന്റെ ഭാഗമാ പോയേ. കുഞ്ഞ് കുറച്ച് വിഴുങ്ങിയായിരിക്കും, അറിയത്തില്ല, തുപ്പി. പക്ഷെ അന്നേരം അവളത് പറഞ്ഞില്ല. പിന്നീടാണ് അച്ഛൻ്റെ അടുക്ക പറഞ്ഞതും ഡോക്ടേഴ്സിൻ്റെ അടുക്ക പറഞ്ഞത്. ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങളുടെ സ്വത്താ പോയേ, ഞങ്ങളുടെ ജീവന്റെ ഒരു ഭാഗമാ പോയെ. ഞങ്ങൾ അതുപോലെ അവളെ ഞങ്ങളെ പഠിപ്പിച്ചതും കള്ളക്കടം മേടിച്ച ഇപ്പൊ ഞങ്ങൾ അവളെ കൊണ്ടുപോകാനും പോയതുമല്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ അരളിപ്പൂ തന്നെയാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് മരണകാരണമെന്ന ചില സംശയങ്ങളുണ്ട്. നേരത്തെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ അരളിപ്പൂവിൽ വിഷാംശമുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ വനഗവേഷകരൊക്കെ പുറത്തുവിട്ടതാണ്. ഇത് അബദ്ധത്തിലാണോ ഈ പെൺകുട്ടി യുവതിയും ഈ അരളിപ്പൂ കഴിച്ചത്? ഇത് തന്നെയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ?
ടോമെ, എല്ലാ ഭാഗങ്ങളും വേരുൾപ്പെടെ എല്ലാ ഭാഗങ്ങളും വിഷമയമായ ഒരു ചെടിയാണ്. ഉദ്യാന സസ്യങ്ങളിൽ ഒന്നാണ് അരളി. അരളിക്ക് അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സൂര്യ. അതായത് നമുക്ക് ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, പഠിച്ച കാലയളവിലെല്ലാം തന്നെ ഉന്നത മാർക്കോട് കൂടി വിജയം കരസ്ഥമാക്കിയ ഒരു പെൺകുട്ടിയാണ്. ആ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ്. ആ അനിയത്തി പഠിക്കുന്നു, ആ കുട്ടി ഉൾപ്പെടെ പഠിപ്പിക്കാനുള്ള എല്ലാ സ്വപ്നങ്ങളുമായാണ് UK പോകാൻ ടെസ്റ്റ് എഴുതി, BSc നഴ്സിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം ടെസ്റ്റ് എഴുതി ഇപ്പോൾ പോകാനായി തയ്യാറെടുത്ത് ഈ ഞായറാഴ്ച എയർപോർട്ടിലേക്ക് പോയത്. ആ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളെയും തകർത്തുകൊണ്ടാണ് സൂര്യയുടെ മരണം എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ഈ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പത്തെ ആ ദിവസം, അതായത് ഞായറാഴ്ച, ഈ സൂര്യയുടെ വീടിന് മുൻവശത്ത് തന്നെ ഒരു അരളിമരം നിൽപ്പുണ്ട്. പൂക്കൾ ഇപ്പോഴും അതിനകത്ത് ഉണ്ട്. ആ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പൂ പറിച്ച് ചവച്ചു എന്നുള്ളത് സൂര്യ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം സൂര്യ അത് ഡോക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് വേറെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എയർപോർട്ടിലേക്ക് ഇവർ പുറപ്പെട്ടു പോകുന്ന വഴിക്കാണ് ആദ്യം ഛർദിൽ അനുഭവപ്പെടുന്നത്. പിന്നീട് ഇടയ്ക്ക് ടോയ്ലറ്റിലും ഒക്കെ വണ്ടി നിർത്തി പോയിട്ടുണ്ട്. അതിനുശേഷം എയർപോർട്ടിലെത്തി. എയർപോർട്ട് ചെക്കിങ്ങിന് ശേഷമാണ്, ചെക്കിൻ ചെയ്യാനായി കയറിയതിനു ശേഷമാണ് പിന്നീട് അറിയുന്നത് ഗുരുതരമായ പ്രശ്നം അവിടെ വെച്ചുണ്ടാകുകയും കുഴഞ്ഞു വീഴുകയുമാണ് ചെയ്തത്. പിന്നീട് എയർപോർട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് സൂര്യയെ കൊണ്ടുവരികയും ആശുപത്രിയിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ആശുപത്രിയിൽ എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ അത് കാര്യമായി പോകുന്ന വഴിക്ക് ട്രീറ്റ്മെന്റ് തേടിയെങ്കിലും കാര്യമായി അത് ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് അങ്കമാലിയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്ന് തോന്നിയതോടുകൂടിയാണ് ഇവിടെ പരുമലയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിയതോടുകൂടി കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു. ഹൃദയത്തെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ഉള്ളിലുള്ള ഞരമ്പുകൾ പൊട്ടിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകളിൽ നിന്ന് നമുക്ക് ഫോറൻസിക് വിഭാഗത്തിലൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് വിവരം. പ്രധാനപ്പെട്ടത് ഈ അരളിയുടെ പൂ അകത്തു ചെന്നത് തന്നെയാകും ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് എല്ലാവരും. പക്ഷേ ഔദ്യോഗികമായി നമുക്കറിയാമല്ലോ, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ കെമിക്കൽ ലാബിൽ അയച്ച ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭ്യമാകണം. എങ്കിൽ പോലും അനൌദ്യോഗികമായി ഡോക്ടർമാർ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ഈ പുഷ്പം അകത്ത് പോയതാവും ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഞായറാഴ്ച ആശുപത്രിയിൽ രാത്രിയോടെ ഇവിടെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ച സൂര്യ തിങ്കളാഴ്ച രാവിലെയോടെ മരണപ്പെടുകയായിരുന്നു. വലിയ ഞെട്ടിക്കുന്ന സംഭവം. കാരണം നമുക്കറിയാം, ഇപ്പോൾ ആരാധനാലയങ്ങളിലാണെങ്കിലും ഒപ്പം തന്നെ മിക്ക വീടുകളുടെയും മുന്നിൽ ഈ പൂവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയ എടുത്ത് പരിശോധിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഈ അരളിയുടെ എല്ലാ ഭാഗങ്ങളും വിഷാംശം കലർന്നാണ്. ഞാനിപ്പോൾ ഈ സംബന്ധിച്ച് ഇപ്പോൾ ശോഭന ജോർജ് അടക്കമുള്ള ആളുകൾ പ്രതികരണവുമായി ഔഷധിയെ പ്രതിനിധീകരിച്ച് പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സസ്യത്തെ സൂക്ഷിക്കണം എന്നുള്ളത്. ഇതിന്റെ വേരൊക്കെ വലിയ വിഷാംശം അടങ്ങിയതാണ് വേര് എന്നൊക്കെ നമ്മളോട് ഡോക്ടർമാർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പൂവിന്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന തരികളുണ്ട്. ആ തരികൾ അകത്തേക്ക് പോയാൽ അധികമൊന്നും ചെയ്യില്ല. വളരെ കുറച്ച് കണ്ടന്റ് മാത്രം അകത്തേക്ക് ചെന്നാൽ പോലും അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ ഫോറൻസിക് വിഭാഗത്തിലെ അടക്കമുള്ള ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും അത്തരമൊരു ഗൗരവകരമായ സാഹചര്യം അരളിക്കുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് നേരത്തെ തന്നെ സ്ഥിരീകരണം വന്നിട്ടുള്ളതാണ്. നേരത്തെ തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ കെമിക്കൽ ലാബിലെ പരിശോധനയുടെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് കൂടെ കിട്ടേണ്ടതുണ്ട്. വന്നിരുന്നു. ഈ അരളി വിഷമുള്ളതെന്നാണ് ശോഭന ജോർജ് പറയുന്നത്. മരണമേറെ ആശങ്ക ഉണ്ടാക്കുന്നെന്നും അവർ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ശോഭന ജോർജിന്റെ പ്രതികരണത്തിലേക്ക്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം ക്ഷേത്രത്തിലായാലും പള്ളികളിലായാലും ഒക്കെ ഈ പൂ ഉപയോഗിക്കുന്നുണ്ട്. പ്രസാദമായിട്ടായാലും അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിനൊക്കെ മാലയുടെ കൂട്ടത്തിലൊക്കെ പള്ളികളിലെ ബൊക്കെയായിട്ടും ഒക്കെ നൽകുന്നതിലും ഒക്കെ ഈ പൂവുണ്ട്. നമുക്കൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കാണുന്ന പൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിലേക്ക് നമ്മൾ ഇങ്ങനെ അറിയാതെ തന്നെ നമ്മൾ അത് ചൂ ചെയ്യും, നമ്മൾ ചവയ്ക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പലർക്കും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചത് കൊണ്ടാണ് ഈ ഗൗരവമായ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ. കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ ഏതൊക്കെ എന്തിനൊക്കെ അത് അലർജി ആകും, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ സൂര്യയുടെ മരണം നമുക്ക് വലിയൊരു ലെസണാണ്.
തീർച്ചയായിട്ടും അതിനെ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഔഷധിയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും, അരളിയെ സപ്തോപ വിഷം കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചുവന്ന അരളി, മഞ്ഞ അരളി എന്നിങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഈ 2 വിധം അരളികളുടെയും എല്ലാ ഭാഗങ്ങളും വിഷമുള്ളതാണ്. എന്നിരുന്നാലും ഔഷധ മൂല്യം ഉള്ളതിനാൽ മാലാതിത്യാദി തൈലം പോലെയുള്ള മരുന്നുകളിൽ അരളി ഒരു ചേരുവകയാണ്. അപ്പൊ അതൊരു ചേരുവക്ക് ചേർക്കേണ്ട ഔഷധ ഗുണം കൂടി ഉള്ളതാണ്. പക്ഷെ അത് പച്ചയ്ക്ക് വായിൽ വെച്ചാൽ അതിന് ഇങ്ങനെ ഒരു മരണതുല്യമായ ഒരവസ്ഥ വേണമെങ്കിൽ വരാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. അതുകൊണ്ട് മാതാപിതാക്കളായാലും മറ്റുള്ളവരായാലും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ആവശ്യമില്ലാത്ത ഈ പച്ചിലയായാലും പൂക്കളായാലും ഒക്കെ അത് വായിൽ വെച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസാദമായിട്ട് കിട്ടുമ്പോൾ പൂവിനെ കൃത്യമായൊരു മുന്നറിയിപ്പാണ് ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് നൽകുന്നത്. സാധാരണ ഈ ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിനൊക്കെ അരളിയും തെച്ചിയും തുളസിയും ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി അവർ നൽകുന്നുണ്ട്. ശരണ്യ സ്നേഹജനിലേക്ക് വീണ്ടും. ശരണ്യ, ഇതുപോലുള്ള സംഭവം, ഈ അരളിപ്പൂ കഴിച്ചതിന്റെ പേരിൽ ഇതുപോലുള്ളൊരു മരണം മുൻപ് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇതേറെ ഒരു ആശങ്കപ്പെടുത്തുന്ന സംഭവം കൂടിയാണ്. പല ക്ഷേത്രങ്ങളിലും ഈ അരളിപ്പൂവൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. ഈ സൂര്യയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതല്ലേ നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയും പൂജാരിമാരും ഒക്കെ? ഈ വിഷയത്തിലൊരു ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടിയല്ലേ ശരണ്യ? ടോമ, ഇതിനകത്ത് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് വന്നാൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾക്കടക്കം ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം ഇത് അനൌദ്യോഗികമായി നമ്മളോട് ഡോക്ടർമാർ സ്ഥിരീകരിക്കുമ്പോഴും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്നും ലഭിക്കേണ്ട രാസപരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ തന്നെയും ആയുർവേദ ഡോക്ടർമാരുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അരളിക്ക് വിഷാംശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരളിയുടെ വേരൊക്കെ വലിയ വിഷം ഉള്ള ഭാഗമാണ് എന്നുള്ളതാണ്. സർവ്വഭാഗങ്ങളും വിഷാംശമുള്ള ഒരു ചെടിയെന്നാണ് അരളിയെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഇപ്പോൾ ഔദ്യോഗികമായൊരു പ്രഖ്യാപനത്തിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പോലും രക്ഷകർത്താക്കൾ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുട്ടികളൊക്കെ ഈ പൂക്കളൊക്കെ പറിച്ച് വായിൽ വെക്കാറും ചവക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒരുപക്ഷെ കെമിക്കൽ ലാബിൽ നിന്ന് വരുമെന്ന് തന്നെയാണ്. അത് ഉടൻ തന്നെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് പോലീസും അത്തരം ആ ലാബിന്റെ പരിശോധനാ ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും ആ പോകുന്ന ദിവസം ആകെ ആ കുട്ടി സൂര്യ കഴിച്ചിട്ടുള്ളത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും മാത്രമാണ്. പിന്നീട് ആണ് ഈ യാത്രാമധ്യയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആകെ അസ്വാഭാവികമായി കഴിച്ചത് ഈ അരളിപ്പൂവാണ്. അത് അരളിയാണ് എന്നുള്ളത് ഇപ്പൊ നഴ്സ് കൂടിയായ സൂര്യയ്ക്ക് അത് ഭക്ഷണം തനിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ഇതാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി. അത് ഡോക്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചവച്ചോട്ടെ തുപ്പിക്കളഞ്ഞു എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇത് ഹൃദയത്തെ അടക്കം ഈ വിഷബാധയാണ് സൂര്യയുടെ മരണത്തിലേക്ക് നയിച്ചെന്നുള്ള സ്ഥിരീകരണം എന്തായാലും അത് നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നും അനൌദ്യോഗികമായി ഇത് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണവും വരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ആളുകളിലേക്ക് വലിയ തോതിൽ ഒരു അവയർനെസ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഈ ചെടിയെ അത്ര കണ്ട് ലാഘവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള ഇടങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സസ്യമാണ് എന്നുള്ളത് ഇപ്പൊ സൂര്യയുടെ കേസ് നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ പോലും ഇത് ഔഷധം നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, ആയുർവേദ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം വിഷാംശമുള്ള ചെടി തന്നെയാണ് അരളി എന്നുള്ളത് തന്നെയാണ്. അത് സൂക്ഷിക്കേണ്ട ചെടി തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ശോഭന ജോർജ് പറഞ്ഞതുപോലെ ചില പ്രിപ്പറേഷൻസിൽ മരുന്നുകളുടെ തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻസ് ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഇത് വേവിച്ചൊക്കെ ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന്റെ ആ ഒരു കെമിക്കൽ കണ്ടന്റ് ഇത് മാറുമായിരിക്കും. എന്തായാലും ഹൃദയത്തെ അടക്കം ബാധിക്കുന്ന വിഷബാധ സൂര്യ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടക്കം അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഈ അരളിപ്പൂ തന്നെയാണ് മരണകാരണമെന്ന് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും കൊച്ചു കുട്ടികളുള്ള വീടുകളിലൊക്കെ ഈ അരളിപ്പൂ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ അത് ഏറെ ജാഗ്രതയോടെ കാണണം.
കുട്ടികളൊക്കെ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ പൂക്കൾ പോലെ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉള്ള വീടുകളിൽ പ്രത്യേകിച്ചും ഒരു ജാഗ്രതയോടെ കാണേണ്ട ഒരു വിഷയമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഈ അരളിപ്പൂ മറ്റ് തുളസിക്കൊപ്പം തന്നെ നിവേദ്യത്തിൻ്റെ ഭാഗമായി അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ ഇത് തന്നെയാണ്, അരളിപ്പൂ തന്നെയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചാൽ സർക്കാർ ഒരുപക്ഷെ അടിയന്തരമായി വിഷയത്തിലൊരു നടപടി സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുമെന്നാണ് ശരണ്യ സ്നേഹജൻ നൽകുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കൊച്ചിയെയും സമീപ പ്രദേശങ്ങളെയും വിറപ്പിക്കുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. നമ്മുടെ നിയമ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിച്ചിട്ട് ഇവർക്കെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കൊച്ചി നഗരത്തിലെ ബാറിലെ വെടിവെപ്പും ആലുവയിൽ നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവവും കാർ യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസും ചൊവ്വരയിൽ കഴിഞ്ഞ ദിവസം കൊട്ടേഷൻ ആക്രമണം ഉണ്ടായിട്ടും പോലീസ് ജാഗ്രത പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? ചൊവ്വരയിലുണ്ടായ കൂട്ടാക്രമണം കൊട്ടേഷൻ എന്നാണ് സൂചന. കേസിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. ആസൂത്രിതമായ ആക്രമണത്തിന് പിന്നിൽ ആരാണ്? ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നിരവധി അക്രമ സംഭവങ്ങളാണ് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഉണ്ടായത്. ഇതിനെല്ലാം പിന്നിൽ കൊട്ടേഷൻ, ഗുണ്ടാ സംഘങ്ങളെന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആലുവ ചുവരയിലുണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഏറെ നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. കൊട്ടേഷൻ ആക്രമണം എന്ന സൂചനയുണ്ട്. ആരാണതിന് പിന്നിലെന്ന് വിവരം ലഭ്യമായിട്ടുണ്ടോ? അതോ ഒരു കുടിപ്പകയുടെ ഭാഗമായി അതല്ലെങ്കിൽ വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം എന്ന രീതിയിൽ മാത്രമാണോ പോലീസ് ഇതിനെ കാണുന്നത്? ഡാനി, ടോം, കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ആക്രമണം അത് കുറച്ച് നാൾ മുൻപ് അവിടെ ഈ വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, അത് പിന്നീട് അത് ചെറിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് വന്നിരുന്നു. പിന്നീട് അത് പറഞ്ഞു തീർത്തിരുന്നു. പക്ഷേ അപ്പോഴും ഈ പക അവസാനിക്കുന്നില്ല എന്നതാണ്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ആക്രമണം. അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അവിടെ ഉണ്ടായിരുന്ന അന്ന് ഈ സംഘർഷമുണ്ടാകുമ്പോൾ അതിലുണ്ടായിരുന്നവരാണ് പിന്നീട് ഒരു സംഘത്തെ തന്നെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അവർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കൃത്യമായും കൊട്ടേഷൻ സംഘം നടത്തിയ ആക്രമണം തന്നെയാണ് ഇതെന്നാണ് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഏതാണ്ട് 8 അംഗ സംഘം ഇവിടേക്ക് വരുന്നു, മാരകായുധങ്ങളുമായി എത്തുന്നു. വടിവാളും ചുറ്റികയും അടക്കമുള്ള പല ആയുധങ്ങളുമായിട്ട് ഇവിടേക്ക് എത്തുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവരെ ഗുരുതരമായി പരിക്കുപറ്റിയ സുലൈമാൻ, മുൻ കൗൺസിലറാണ് അദ്ദേഹത്തെ അവർ ആക്രമിക്കുന്ന രീതി, തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയാണ്. പിന്നീട് താഴെ വീണ് അദ്ദേഹത്തെ വെട്ടുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ലഹരിക്ക് അടിപ്പെട്ടവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രവുമല്ല, ചുറ്റുപാടുമുണ്ടായിരുന്ന മുഴുവൻ പേരിലേക്കും ഈ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഈ 8 പേരടങ്ങുന്ന സംഘം വലിയ രീതിയിൽ ചുറ്റുപാടുള്ളവരെല്ലാവരെയും തന്നെ ആക്രമിക്കുന്നു, ഭയപ്പെടുത്തി ഓടിക്കുന്നു. ഒരു അക്രമം നടത്താൻ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു പലർക്കും നേരെയും വാൾ വീശിയത്. ഈ സുലൈമാൻ അടക്കം വലിയ രീതിയിൽ പരിക്ക് പറ്റുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു. ഇങ്ങനെയെല്ലാം ആക്രമിക്കണമെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ലഹരിക്ക് അത്രമേൽ അടിപ്പെട്ടുകൊണ്ട് പോകുന്നവരൊക്കെ, അവർക്കൊക്കെ ഇതിന് കഴിയുമെന്നാണ്. സാധാരണ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രക്കാരാണ് ഇവിടെ ഒരു ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കുറച്ച് പേര്, 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവരെ കിട്ടാനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് ഒരു സംഭവം മാത്രമാണ്. പക്ഷേ ചുറ്റുപാടും ടോം ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശോക്തിയും ഉണ്ടാവില്ല. പോലീസ് പറയുന്നത് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെല്ലാമാണ്. പക്ഷേ ഒരു അക്രമ സംഭവത്തിന് തടയിടാൻ പോലീസിന് കഴിയുന്നില്ല എന്നത് സുപ്രധാനമായൊരു ചോദ്യമുണ്ട്. അതിന് പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ അടുത്ത സംഭവങ്ങളെല്ലാം തന്നെ ഉദാഹരിക്കുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ മാസത്തിലെ ആലുവയിൽ തന്നെ മറ്റൊരു സംഭവവും ഇതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഒരു യൂസഫ് എന്നൊരാളെ കാറിനകത്ത് വെച്ച ഗുണ്ടകൾ, 2 ബൈക്കിലെത്തിയ 2 പേർ മാരകമായി ഉപദ്രവിക്കുന്നു. അയാളുടെ ദേഹമാസകലം, ശരീരത്തെ
പരിക്കുപറ്റുന്നു, മുഖത്തും എല്ലാം തന്നെ അടിയേൽക്കുന്നു, ചോരേൽപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതും നടന്നതും ആലുവയിൽ തന്നെയാണ്. ഇതൊന്നും പലപ്പോഴും ആക്രമണം അഴിച്ചുവിടുമ്പോൾ അത് ചുറ്റുപാടുമുള്ളവരല്ല, അത് മറ്റുള്ളവരാണ് എന്നെല്ലാം തന്നെ പറയാറുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെയൊന്നുമല്ല. ഇത് തീർത്തും ഗുണ്ടാ ആക്രമണങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പോലീസിനും അത് തികഞ്ഞ ബോധ്യവുമുണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത്തരം അത് തന്നെയാണ് കാരണം നേരത്തെ ന്യൂസ് 18 ഗുണ്ടാ നേതാവായ ഔറംഗസേബ് നൽകിയ അഭിമുഖത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനത്തെക്കുറിച്ച് 300-ലധികം യുവാക്കൾ ആലുവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വിവിധ ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപ് മരട് അനീഷും സംഘങ്ങളും വീണ്ടും രംഗത്തിറങ്ങുകയും പിന്നീട് തെരുവിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചകൾ, ഈ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തൽ, അങ്ങനെ നിത്യസംഭവങ്ങളാണ്. പലപ്പോഴും ഈ ഭായ് നസീറിന്റെ സംഘങ്ങൾ കൊച്ചിയിലെ ബാറിൽ നടത്തിയ വെടിവെപ്പ്, ഇതൊക്കെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇതൊന്നും കണ്ടിട്ടും കാണാതെ നടിക്കുകയാണോ, അതോ പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഡാനി? ടോമസ്, സംസ്ഥാന പോലീസിന്, ആഭ്യന്തര വകുപ്പിന് ഒരു ഇന്റലിജൻസ് സംവിധാനം സുശക്തമായിട്ട് തന്നെയുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നടപടിയെടുക്കുക, ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ കരുത്താർജിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടിപ്പകകൾ ഉണ്ടാകുക, അവർ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ്. ഗുണ്ടാ സംഘങ്ങൾ തമ്പടിക്കുന്നു. പക്ഷേ ഒരു പ്രിവെൻറ്റീവ് എന്നുള്ള രീതിയിൽ എന്താണ് പോലീസ് ഇതുവരെയും കൊച്ചിയിലടക്കം ചെയ്തിട്ടുള്ളത് എന്നതാൽ ചോദിച്ചാൽ വലിയ രീതിയിലൊരു ഉത്തരവൊന്നും പറയാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ്. നമുക്കറിയാം, ഇവിടെ കടവന്ത്രയിൽ ബാറിലുണ്ടായിരുന്ന വെടിവെപ്പ് സംഭവത്തെക്കുറിച്ച് അറിയാം. ആ കാര്യങ്ങളെല്ലാം, ആ സംഘത്തെക്കുറിച്ച് കൃത്യമായി പോലീസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സമയമെടുത്ത് മാത്രമാണ് അതിലേക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിരുന്നത്. അപ്പം ആലുവയിൽ നിന്ന് അടുത്തയിടെ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ആലുവ നഗരമധ്യത്തിൽ നിന്ന് പകൽ തന്നെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇത് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തരം പറച്ചിലുകൾ അതിൾക്ക് അപ്പുറത്തേക്ക് ഒരു നടപടികളിലേക്ക് കടന്നുകൊണ്ട് ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കാൻ, അതിനൊരു തടയിടാൻ കഴിയുന്ന രീതിയിലേക്ക് കൊച്ചി സിറ്റി പോലീസിൻ്റെയോ റൂറൽ പോലീസിൻ്റെയോ പ്രവർത്തനം മാറിയിട്ടുണ്ടോ എന്നത് സംശയകരമായ ഒരു കാര്യമാണ്. ആലുവയിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇതുവരെ ആലുവ പോലീസ് ഒരു പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഡാനി? ആലുവയില് പട്ടാപ്പകലാണ് 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത്. അതിന് പിന്നില് സ്വർണ്ണ പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ സ്വർണ്ണക്കടത്തോ ആണെന്നൊക്കെ സംശയങ്ങൾ വന്നിരുന്നു. പക്ഷെ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്നോ കണ്ടെത്താൻ പോലും പോലീസിന് 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എന്താണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു പരാജയമായി തന്നെ കാണേണ്ടതല്ലേ, പോലീസിന്റെ വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ ഡാനി? വീഴ്ചയല്ലാതെ മറ്റെന്താണ് ഇതിന് പറയേണ്ടത്? കാരണം ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനു മുൻപ് സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അന്ന് തട്ടിക്കൊണ്ടുപോയ ആൾക്ക് അല്ലെങ്കിൽ ഇതിൽ പ്രതിയാക്കപ്പെടേണ്ട ആൾക്ക്, ഇത് 2 പേർക്കും പരാതിയില്ലാതെ പറഞ്ഞു തീർക്കപ്പെടുമ്പോൾ പോലീസിന് അത്രയും ആശ്വാസം എന്ന രീതിയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു കേസ് പരാതിയില്ലാതെ തീർന്നു എന്നതിൽ ആശ്വാസം കൊള്ളേണ്ട ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ല പോലീസ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തയ്യാറാകണം. അന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ രണ്ടാമതുണ്ടായ 3 പേരെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിനെ കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇതുപോലെ പരാതികളില്ലാതെ അവരവിടെ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോകേണ്ടവരല്ല പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത്? ഇവിടെ ഈ രീതിയിലൊരു ഓർഗനൈസ്ഡ് ആയ സമാന്തരമായ രീതിയിൽ തന്നെ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പോലീസിനെ ഇത് പൊളിച്ചെടുക്കേണ്ട ഒരു ബാധ്യത, അത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെയുള്ളൊരു വകുപ്പും ഉദ്യോഗസ്ഥരും തന്നെയാണ് പോലീസ്. ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന ഗുണ്ടാ സംഘങ്ങളുണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ പെട്രോളിംഗ് നടത്തേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ കൃത്യമായ നിരീക്ഷണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലെല്ലാം പോകുന്നത്. വഴിയരികിലെ CCTV ക്യാമറകൾ പതിയുന്ന ദൃശ്യങ്ങളിൽ
കണ്ട കള്ളനെയും അല്ലെങ്കിൽ കവർച്ചക്കാരനെയും അക്രമികളെയും പിടിക്കുന്ന കാലം എത്ര കാലം പോലീസിന് അനുവർത്തിക്കാൻ കഴിയുമെന്ന ചോദ്യം അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ടോം. ഡാനി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊച്ചി നഗരത്തിലേക്ക് തന്നെയാണ്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ വിഷയത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊച്ചി ഇപ്പോഴും ഈ ഒരു കൊച്ചിയും ആലുവയും ഒരു ക്രൈം സ്പോട്ടായി മാറുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കൊട്ടേഷൻ സംഘം കൊച്ചിയിൽ നിന്നും യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ ചുവരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കൊട്ടേഷൻ ആക്രമണം, അതിന് പിന്നിൽ മലപ്പുറം സ്വദേശിയാണ് അതിലെ മുഖ്യപ്രതി എന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരം ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ജില്ലകളിലെ കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ ഈ സംഭവങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് അതിനെ കരുതേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം ഇന്ന് പോലീസ് സംവിധാനത്തെക്കാൾ സുശക്തമായ രീതിയിൽ വളരുന്നത് ഒരുപക്ഷെ ഇത്തരം സമാന്തര ലോകങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവരുടെ നെറ്റ്വർക്ക് കുറെ കൂടി വിപുലമാവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അത് എല്ലാ രീതിയിലും അത്തരത്തിലേക്ക് ഇപ്പോൾ മയക്കുമരുന്നായാലും സ്വർണ്ണക്കച്ചവടമായാലും ഏത് രീതിയിലുള്ള ഇടപാടുകളായാലും അവരുടെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം അതിവിപുലമായി മാറുകയാണ് എന്നതാണ്. അതായത് എവിടെ നിന്നും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു. ബാംഗ്ലൂരിലുള്ളൊരു ക്രൈം സിൻഡിക്കേറ്റിനെ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയോ കാര്യങ്ങൾ നടപ്പാക്കാൻ അവർക്ക് അവരുടേതായ ഒരു കണ്ണികളും സമ്പ്രദായങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ ഇത്തരം നെക്സസുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ കണ്ണികൾ പൊട്ടിച്ചെടുക്കേണ്ട ബാധ്യത പോലീസിന് തന്നെയാണ്. ആ രീതിയിലേക്ക് ഒരു ഈ ക്രൈം ലോകം മാറുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തി തരുന്നത് ആ രീതിയിലുള്ളതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരായിട്ട് തന്നെയും കുറേ അധികം യുവാക്കൾ ചെറുപ്പക്കാരെല്ലാം തന്നെ ഇങ്ങനെ സംഘടിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓരോ സംഘങ്ങളുടെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഗുണ്ടാ നേതാവിനും സ്വന്തം ഒരു ഗ്യാങ്ങായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി നിന്നുകൊണ്ട് അത് അവരുടെ ഗ്രൂപ്പ് ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പോലീസ് ലേബലൊട്ടിച്ച് കൊടുക്കലല്ല പോലീസിൻ്റെ പണി. പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സംഘങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും എല്ലാം തന്നെ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലുള്ള ഈ തട്ടിക്കൊണ്ടുപോകലും അതോടൊപ്പം തന്നെ ഇത്തരം ഈ കൊലപാതകങ്ങളും ഈ തെരുവിൽ ആക്രമണ സംഭവങ്ങളും എല്ലാം പരമ്പരയായിട്ട് തന്നെ തുടരുമ്പോൾ അതിന് തടയിടേണ്ട ഒരു രീതിയിലേക്കെല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനവും മാറേണ്ടതാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ഔറംഗസേബ് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് ഉണരുന്നില്ല എന്നതാണ് ആക്ഷേപകരമായിട്ടുള്ള കാര്യം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അക്ഷയ തൃതീയ നാൾ സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായകമായ മെമ്മറി കാർഡ് കാണാതായ സംഭവം പോലീസിനും KSRTCക്കും നാണക്കേടുണ്ടാക്കിയിരുന്നു. കാണാതായ മെമ്മറി കാർഡ് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. KSRTCയുടെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും തമ്പാനൂർ യാർഡിലെത്തി ബെൽസിൽ പരിശോധന നടത്തും. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നു വന്നതാണ്. മേയറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു മെമ്മറി കാർഡ് മാറ്റിയത് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് KSRTC കഴിഞ്ഞ ദിവസം ഇന്നലെ തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ടോ ഡാൻ?
ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഈ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ അടക്കം ഭാഗത്തു നിന്ന് ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് KSRTC മാനേജ്മെന്റ് തന്നെ തമ്പാനൂർ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. അതിൻ്റെ പിന്നാലെയാണ് തമ്പാനൂർ പോലീസ് ഫോറൻസിക് സംഘത്തിൻ്റെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ തമ്പാനൂർ യാർഡിലുള്ള KSRTCയുടെ സ്റ്റാൻഡിൽ ഈ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ആ ബസ്സിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കണ്ടെത്തുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ഉപയോഗിച്ച് ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചിരിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യാർഡിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിൽ അവ്യക്തമായി തുടരുന്ന കാര്യം ഈ മേയർ ആര്യ രാജേന്ദ്രൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആരോപണം ലൈംഗിക ചേഷ്ടയോടെ ആംഗ്യം കാണിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, മോശമായ പെരുമാറ്റം യദു കൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ്. അത് സാധൂകരിക്കണമെങ്കിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറി കാർഡ് ഏതു വിധേനയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മാത്രമാണ് ഈ ബസ്സിനുള്ളിൽ കയറി പരിശോധന നടത്താൻ പോലീസ് തയ്യാറായത്. ഈ വിവാദമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ ദിവസങ്ങളിൽ തന്നെ എന്തുകൊണ്ട് ഈ DVR വിശദമായി പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണോ അതോ അതിനു മുമ്പുള്ള ഏതെങ്കിലും ദിവസങ്ങളിലാണോ എന്ന കാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള സംശയമുണ്ട്. കാരണം ധാരാളം ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ വാഹനങ്ങൾക്കുള്ളിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ്. സ്വാഭാവികമായി തെളിവുകൾ നശിക്കാൻ അത് കാരണമാകും എന്ന ഒരു ആശങ്കയും പോലീസിനുണ്ട്. അതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട പോലീസ് ഇത് മേയറെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ മെമ്മറി കാർഡ് അവിടെ നിന്ന് മാറ്റിയത് തുടങ്ങിയ ആരോപണമാണല്ലോ പ്രതിപക്ഷ സംഘടനകൾ അതോടൊപ്പം KSRTCയുടെ ജീവനക്കാരുടെ സംഘടനയുമൊക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെ ഈ ഒരു തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മെമ്മറി കാർഡ് നീക്കിയതാണെന്ന് പോലീസ് കരുതുന്നുണ്ടോ ഡാൻ? ടോം, അവിടെ കൃത്യമായി മേയർ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി സ്വാഭാവികമായി തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ചെറിയ പ്രായത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനോട് വ്യക്തിപരമായി വിദ്വേഷമുള്ളവർ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന ആക്ഷേപമായിരുന്നു ഇടത് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് DYFI അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുമ്പോട്ട് പ്രതികരണങ്ങളിലടക്കം നിറഞ്ഞു നിന്നിരുന്നത് അത്തരം ആരോപണങ്ങളായിരുന്നു. അതിനിടയിലാണ് ഈ DVR പരിശോധനയ്ക്കിടയിൽ മെമ്മറി കാർഡ് നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി അത് ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഭാഗമായി നടന്ന രഹസ്യ നീക്കമാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ്, ആക്ഷേപമാണ് TDF അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത്. ജീവനക്കാരുടെ സംഘടനകൾ അത് പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു പരിശോധന പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് ഏത് വിധേനയും ആ മെമ്മറി കാർഡ് വീണ്ടെടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ്. സ്വാഭാവികമായി ആ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിനൊപ്പം അതിലെ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതല കൂടി പോലീസിനുണ്ട്. അതുതന്നെയാണ് പോലീസിനെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അതിൽ നിന്നുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക പോലീസിന് സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം തന്നെയാണ്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. മേയറെയും ഭർത്താവിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി KSRTC മാനേജ്മെന്റ് ഒത്തുകളിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും തമ്പാനൂർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ കൃത്യമായി ആ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ എന്താണ് വസ്തുതയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുവരെ നമുക്ക് മുൻവിധിയുടെ ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ അതൊരിക്കലും ഉചിതമായ കാര്യമാകില്ല. ആർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആർക്കാണ് തെറ്റുപറ്റിയത്, ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്, ഇക്കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ, പുറത്തു വരണമെങ്കിൽ ആ CCTVയിലെ ദൃശ്യങ്ങൾ ലഭിക്കണം, മെമ്മറി കാർഡ് കണ്ടെത്തണം. പോലീസ് അതിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.